നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇവിടെ ചേച്ചിയും മോളും കൂടെ ഒരു സംസാരം? ഞങ്ങൾ എന്ത് സംസാരിച്ചതും നിനക്കെന്താ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ മാളു, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? മാളുവിന് അറിയാവുന്നതല്ലേ, എന്റെ ഭാര്യയാകാൻ പോകുന്ന ആളാ തന്റെ ചേച്ചി. എന്റെ ചേച്ചിയല്ല, എന്റെ അമ്മയാ. അപ്പോ ഞാൻ നിന്റെ അച്ഛനായിരിക്കുമല്ലേ? നിങ്ങൾ എന്റെ ആരുമല്ല. നിങ്ങൾ കള്ളനാ, ഫ്രോഡാ, ശരിക്കും ഫ്രോഡ്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നോക്കിക്കോ. മോളെ വേണ്ട, എന്തൊക്കെയാ പറയുന്നേ? വേണ്ട എന്നെ മോളെ തടയണ്ട. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? സത്യം പറ, നിങ്ങൾ കള്ളനല്ലേ? ഗംഗയെ ഉപദ്രവിക്കാനല്ലേ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? മാളു വേണ്ട, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. സാരമില്ല ഗംഗെ, എനിക്ക് വിഷമമൊന്നുമില്ല. ആള് കുഞ്ഞല്ലേ, അവളെന്തെങ്കിലും തെറ്റ് ചെയ്താ ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ? സോറി മാളു, അറിയാതെ എന്തൊക്കെയോ പറഞ്ഞതാ, ഒന്നും മനസ്സിൽ വെക്കരുത്. അല്ല, അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. ഇയാൾ കള്ളനാ. ഗംഗ എന്തിനാ വെറുതെ സോറിയൊക്കെ പറഞ്ഞത്? മോളുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്, അതുകൊണ്ടാ ഇവളിങ്ങനെ പെരുമാറുന്നേ. അത് പിന്നെ ഞാനിവിടെ ആദ്യമായി വന്ന ദിവസം തന്നെ അങ്ങനെ ഒരു ധാരണയല്ലേ എല്ലാരും കൂടി ഇവളുടെ മനസ്സിൽ പകർത്തിയത്. അതിന് മോളെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? മഹിയും മറ്റുള്ളവരും ഉത്തരവാദികളാ. അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് തെളിഞ്ഞതാണല്ലോ. തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരിക്കലും ഒരു ലേബൽ വീണു പോയാൽ പിന്നെ എത്രമാത്രം നല്ലവനായാലും ആ പേര് മാറില്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരില് ഒരുപാട് വേദനകളും അപമാനങ്ങളും സഹിച്ചവനാ ഞാൻ. മാനസികമായി തളർന്ന് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച നാളുകളുണ്ട്. എല്ലാം അതിജീവിച്ച ഇന്ന് ഈ നിലയിലെത്തിയത്. വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പൊ ആർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഇല്ല. മോളെ മാളു, നീ വെറുതെ അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. പക്ഷേ മാളുവിനോട് എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഗംഗയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ മോള് ഇങ്ങനെ ഓരോന്നോർത്ത് പേടിക്കുന്നത്. മോൾക്ക് ഒരു പേടിയും വേണ്ട. മോളുടെ ഗംഗയെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കും. പിന്നെ നിന്റെ ഈ കുഞ്ഞു മനസ്സിൽ വീണ എന്നെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം മാഞ്ഞു പോകാൻ ഞാനും പ്രാർത്ഥിക്കാം. ഗംഗെ, ഞാൻ ഇറങ്ങാം. നിങ്ങൾ സംസാരിച്ചിരിക്കുക. ശരി. കണ്ടോ, മോൾ അങ്കിളിനെ തെറ്റിദ്ധരിച്ചാണെങ്കിൽ അത് വലിയ തെറ്റല്ലേ? തെറ്റ് ചെയ്യാത്ത ആരെയും ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ. ഗംഗ എന്തൊക്കെ പറഞ്ഞാലും അയാൾ കള്ളനാ. അതാ എന്റെ വിശ്വാസം. അത് സത്യമോ? മാളു, ഇനി രക്ഷാ കവചം കൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല. ഗൗരിയുടെ ലക്ഷ്യം നേടാൻ അവൾ ഏത് രൂപത്തിലും നിങ്ങളെ ആക്രമിച്ചിരിക്കും. ഇനി നീ വളരെ സൂക്ഷിക്കണം. പല രൂപത്തിലും ഗൗരി നിന്നെ ആക്രമിച്ചേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ?
എനിക്കറിയില്ല അമ്മേ. അവള് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നെയാ. എന്നെ ഇല്ലാതാക്കാൻ അവൾ എന്തും ചെയ്യും. ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനെന്താ വഴിയെന്ന് ഗുരുവമ്മ പറഞ്ഞില്ലേ? പരിഹാരം എന്ന് പറഞ്ഞ് സമയം കളഞ്ഞ ആ ഗൗരി എന്നെ പടമാക്കും അമ്മേ. അത് ശരിയാ. നിന്നെ മാത്രമല്ല, അവൾ എന്നെ വെറുതെ വിടില്ല. എനിക്ക് ഉറപ്പാ അത്. ഇനി എന്തെങ്കിലും പൂജ ചെയ്ത് അവളെ തളയ്ക്കാമെന്ന് വെച്ചാ ആ മഹി പൂജയ്ക്ക് സമ്മതിക്കയില്ല. അതെ, എനിക്കാണെങ്കി ആലോചിച്ചിട്ട് പേടിയാവുക. മനുഷ്യനായിരുന്നെങ്കിൽ വല്ല കൊട്ടേഷനും കൊടുക്കായിരുന്നു. ഇതിപ്പോ പ്രേതമായി പോയില്ലേ? അതെ, ജീവിച്ചിരുന്ന കാലത്ത് ആ നാശത്തെ കൊണ്ട് നമുക്ക് ശല്യമായിരുന്നു. ഇപ്പൊ മരിച്ചിട്ടും മാറ്റമില്ല. ചത്തുപോയപ്പോ അതോടെ രക്ഷപ്പെട്ടല്ലോ ശല്യം എന്ന് വിചാരിച്ചതാ. ദേ, പ്രേതമായിട്ട് വന്നിരിക്കുന്നു. എന്റെ അമ്മ ഒന്ന് പതുക്കെ പറയും. അവൾക്ക് രൂപം മാറാനൊക്കെ പറ്റുമെന്നല്ലേ ഗുരുമ്മ പറഞ്ഞത്. ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ? അതെ, ഇതിപ്പോ വല്ലാത്ത ധർമ്മസങ്കടത്തിലായല്ലോ. വല്ല കടമറ്റത്ത് കത്തനാരും ഉണ്ടായിരുന്നെങ്കിൽ അവളെ തളപ്പിക്കായിരുന്നു. അമ്മ നടക്കുന്ന കാര്യം വല്ലതും പറ. എനിക്കെന്തായാലും ഇപ്പൊ മരിക്കാൻ വയ്യ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്ത് തീർത്തിട്ട് എനിക്ക് പോയാ മതി. പിന്നെ എനിക്കില്ലേ? നിന്നേക്കാളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്കുണ്ട്. അമ്മേ, ആ പൂച്ച നമ്മളെ തന്നെയല്ലേ നോക്കുന്നേ? ശരിയാ. ഇതേതാ ഈ പൂച്ച? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. മോളെ, അതിന്റെ നോട്ടം അത്ര പന്തിയല്ലല്ലോ. മോളെ, ഇതവള് തന്നെ. എനിക്ക് ഉറപ്പാ. എന്റെ പൂച്ചെ, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഞങ്ങള് വെറും പാവങ്ങളാ. ഞങ്ങളൊന്നും ചെയ്യരുത്. അതെ, നിനക്ക് വേണമെങ്കിൽ ഒരു മീൻകടലെ മുഴുവൻ മീനും ഞങ്ങൾ വാങ്ങിത്തരാം. അമ്മേ, അതിന്റെ നോട്ടം മാത്രമല്ല, മൊത്തത്തില് ശരിയല്ല. അതിന് വേണ്ടത് നമ്മളെയാണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊക്കെ ആവോ? ഇത് വെറൊരു പൂച്ചയല്ലേ? അല്ല, ഇത് പൂച്ചയല്ല. ഇതേ അവള് തന്നെയാ. അവള് നമ്മളെ കൊല്ലും. ആ ഗുരുമ്മ ഇത് എന്നോട് പറഞ്ഞതാ അമ്മേ. ഗുരുമ്മ എന്താ പറഞ്ഞേ? ഒന്ന് വ്യക്തമായിട്ട് പറ മോളെ. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അന്തകന്റെ ഇച്ഛാശക്തി ശക്തമാണെങ്കിൽ മറ്റേയാൾക്ക് മരിക്കാതെ വേറെ വഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.